ഉത്തരവിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയമായിട്ട് ഹരാസ് ചെയ്യുവാനായിട്ടാണ് ഈ പരാതി ഉയർത്തിക്കൊണ്ട് വന്നതിനെക്കുറിച്ച് ആ ആരോപണത്തിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുമ്പോൾ കോടതി അവിടെ മൈൻഡ് അപ്ലൈ ചെയ്തിട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള പരാതിയാണെന്ന് കോടതിക്ക് മനസ്സിലായി. പിന്നെ ഡിലേ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡിലേ എന്ന് പറയുന്നത് ജാമ്യം കൊടുക്കുന്ന വേളയിലാണ് അത് പരിഗണിക്കപ്പെടാവുന്നത് ഒരു ഫാക്ടറായിട്ട്. ഇപ്പോൾ നമ്മുടെ ശബ്ദാരവത്തിൽ നാം ശ്രദ്ധിക്കാതെ പോയ കാര്യം, ഇത് ഒഫൻസ് പഴയതൊന്നുമല്ല, 2013 ഒഫൻസ് ഒന്നുമല്ല. 2025 ജാനുവരിയിലാണ് റേപ്പ് അലിഗേഷൻ നടന്നിരിക്കുന്നത്, മാർച്ചിലാണ് ഗർഭഛിദ്രം നടന്നിരിക്കുന്നത്, 2025 ആണ്. പിന്നെ BNSS പ്രകാരം, നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം റേപ്പ് സംബന്ധിച്ച് ഒരു ആരോപണം വരികയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനോ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിനോ ഒരു ഡിലേ വന്നു എന്നുള്ളതുകൊണ്ട് അന്വേഷണത്തിനെ ബാധിക്കുന്നില്ല. കാരണം നാഗരിക് സുരക്ഷാ സംഹിതയുടെ 173(3) പ്രകാരം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള ഒഫൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസുകൾക്ക് മാത്രമാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിക്വയർഡ് ആയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന വളരെ ഗൗരവകരമായിട്ടുള്ള ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ, മറ്റേതും 10 വർഷമാണ് ഗർഭഛിദ്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു റിക്വയർമെൻ്റ് ഇല്ല. അന്വേഷണം നടത്തുന്നതിന് നിയമപരമായിട്ടൊരു ഫെക്ടർ ഇല്ല. വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ്. പിന്നെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. രാഹുലിൻ്റെ നിലപാടുകൾ പൂർണ്ണമായിട്ടും അപ്രസക്തമല്ല കേരളത്തിനെ പോലൊരു സമൂഹത്തിൽ ശ്രീ ഹാഷ്മി. പക്ഷേ അതായത് പലപ്പോഴും ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ഇതിനകത്ത് പുരുഷന്മാർ പല കേസുകളിലും ഇരകളായിപ്പെടുന്നതൊക്കെ വസ്തുതകളുടെ വെളിച്ചത്തിൽ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ രാഹുൽ ശ്രദ്ധിക്കാൻ മറന്നുപോയ ഒരു വിഷയം, എവിടെയാണ് ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ തൻ്റെ ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. ബസ്സിൽ കയറി വൃത്തികേട് കാണിക്കുന്നത് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ട് കൂടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം ന്യായീകരിച്ചിറങ്ങുമ്പോൾ ഇതിനകത്ത് സത്യവും മിഥ്യയും വേർതിരിക്കുക എന്നുള്ളതല്ല, ഒരു നിലപാടിന് വേണ്ടി അന്ധമായിട്ട് നിലകൊള്ളുക, പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് പ്രാബല്യമുണ്ട്, പക്ഷേ ഉയർത്തേണ്ട വാദങ്ങൾക്ക് പ്രസക്തി ഉണ്ടെങ്കിലും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയി വല്ലാതെ അന്ധമായിട്ട് ഡിഫെൻഡ് ചെയ്യുക, രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത ഉശിരോടുകൂടി ഈ കുറ്റാരോപിതയെ വാക്കുകളാൽ ആക്രമിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിധിയും പരിമിതിയും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഗൗരവം തന്നെയാണ്. പക്ഷേ രാഹുൽ ഇങ്ങനെ നിരന്തരമായിട്ട് തെറ്റ് കാണിക്കുമ്പോൾ അദ്ദേഹം എന്ത് നിലപാടിന് വേണ്ടിയാണോ നിൽക്കുന്നത് അതിനെ അദ്ദേഹം പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിവേചന ബുദ്ധിയുടെ പ്രയോഗമില്ലാതെ എല്ലാ വിഷയത്തിലും പുരുഷന് വേണ്ടി ആ സവാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് വാദം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു യുക്തി ഒരു നിരീക്ഷകൻ കാണിക്കട്ടെ. അവിടെയാണ് അദ്ദേഹത്തിന് പരാജയപ്പെട്ടു പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.